മുനമ്പം വഖഫ് ഭൂമി കേസിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. പറവൂർ സബ് കോടതിയിൽ നടന്ന കേസിന്റെ രേഖകൾ എത്തിക്കണമെന്ന ആവശ്യം കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ തള്ളി. വിവരങ്ങളുമായി റിയാസ് KMR ഉണ്ട്. റിയാസ്, വിവരങ്ങൾ. വൃന്ദ, വഖഫ് ബോർഡിന് ഒരു കനത്ത തിരിച്ചടി എന്നതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലാണ് മുനമ്പം വഖഫ് ഭൂമി സംബന്ധിച്ച കേസ് നടക്കുന്നത്. അത് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് അധികൃതരാണ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നത്. പിന്നീട് ഈ കേസിൽ വഖഫ് ബോർഡ് കക്ഷി ചേരുകയായിരുന്നു. മാത്രമല്ല, ഇവിടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന സിദ്ദീഖ് സേട്ടിന്റെ പിന്മുറക്കാരും ഈ കേസിൽ കക്ഷികളായി ചേർന്നു. വഖഫ് ബോർഡിനെതിരെയായിരുന്നു കേസ്. പിന്നീട് സിദ്ദീഖ് സേട്ടിന്റെ പിന്മുറക്കാർ, കുടുംബാംഗങ്ങൾ അതിൽ കക്ഷി ചേർന്നു. അത് കഴിഞ്ഞ ദിവസം മുനമ്പത്തെ താമസക്കാരായിട്ടുള്ള മുനമ്പം സംരക്ഷണ സമിതിയുടെ ആളുകളും ഇതിൽ കക്ഷി ചേരുന്ന ഒരു സാഹചര്യം അതിന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നേരെ എതിർകക്ഷികളായിട്ടുള്ള വഖഫ് ബോർഡ് ഇത് സംബന്ധിച്ച് 1971 പറവൂർ സബ് കോടതിയിൽ ഈ ഭൂമി വഖഫാണെന്ന തരത്തിൽ ഫറൂഖ് കോളേജ് അധികൃതർ സത്യവാങ്മൂലം നൽകിയിരുന്നു എന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ട്രിബ്യൂണലിൽ കഴിഞ്ഞ ദിവസമാണ് വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ ഇത് സംബന്ധിച്ചൊരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 1971 പറവൂർ സബ് കോടതിയിൽ ഈ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് ചൂണ്ടിക്കാട്ടി ഫറൂഖ് കോളേജ് സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ വാദം തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ബോർഡ് ആ പറവൂർ സബ് കോടതിയിൽ നടന്ന കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ ട്രിബ്യൂണൽ ഇടപെടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ അത് സാധിക്കില്ലെന്ന് പറഞ്ഞ് ട്രിബ്യൂണൽ ഈ ഒരു നിർദ്ദേശം പാടെ തള്ളുകയായിരുന്നു. മാത്രമല്ല, ഈ മുനമ്പത്തേത് ഇതിന്റെ രേഖകൾ എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് വഖഫ് ട്രിബ്യൂണൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അടുത്ത മാർഗം എന്നുള്ളത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഈ കേസിൽ എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്നലെ ഇതിന്റെ വാദവുമായി ബന്ധപ്പെട്ട് സിദ്ദീഖ് സേട്ടിന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ സിദ്ദീഖ് സേട്ടിന്റെ മകൾ സുബൈദ ബായിയുടെ കുടുംബം വഖഫ് ട്രിബ്യൂണലിൽ ഈ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്നുള്ള നിലപാടിലേക്ക് എത്തിയിരുന്നു. നേരത്തെ ഫറൂഖ് കോളേജ് അധികൃതരുടെ വാദം അതാണ്, ഈ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്നുള്ളതാണ്. അതിനെ പിന്തുണക്കുന്ന തരത്തിൽ സിദ്ദീഖ് സേട്ടിന്റെ മകൾ സുബൈദ ബായിയുടെ പിന്മുറക്കാർ എത്തുന്നു. എന്നാൽ സിദ്ദീഖ് സേട്ടിന്റെ മറ്റ് 2 മക്കളുടെ കുടുംബം അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനനുസരിച്ചായിരിക്കും കേസിലെ തുടർ നടപടികൾ മുന്നോട്ട് നീങ്ങുക. അവരുടെ നിലപാട് നിർണായകമാണ്. അവർ നേരത്തെ മറ്റ് 2 മക്കളുടെ കുടുംബം പറഞ്ഞിരുന്നത് മുനമ്പത്തെ ഭൂമി വഖഫാണെന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ അവർ കൂടി ഇനി നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ഈ കേസിൽ വഖഫ് ബോർഡിന് വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വൃന്ദ, റിയാസ്, ഈ തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് ഇനി വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണല്ലേ? തീർച്ചയായും വഖഫ് ബോർഡിന് മുൻപിൽ ഇനി അടുത്ത പോംവഴി എന്ന് പറയുന്നത് ഈ രേഖകൾ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ പ്രസ്തുത ഭൂമി പിതാവായിട്ടുള്ള സിദ്ദീഖ് സേട്ട് വഖഫായി നൽകിയതാണ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സിദ്ദീഖിന്റെ 3 മക്കൾ നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. അതിൽ ഒരു മകളുടെ സുബൈദ ബായിയുടെ കുടുംബം ഇന്നലെ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ മറ്റു 2 മക്കളുടെ കുടുംബത്തിന്റെ വാദം എന്താണ് എന്നുള്ളത് അവരുടെ അഭിഭാഷകർ ഒരുപക്ഷെ ട്രിബ്യൂണലിൽ അറിയിക്കും. അവർ കൂടി ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയാകും. പിന്നീട് വഖഫ് ബോർഡിന്റെ മുൻപിലുള്ള ഏക പോംവഴി, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് 1971 പറവൂർ സബ് കോടതിയിൽ ഈ ഭൂമി സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം ഫറൂഖ് കോളേജ് അധികൃതർ നൽകിയിരുന്നു എന്ന വഖഫ് ബോർഡിന്റെ അഭിഭാഷകന്റെ വാദം തെളിയിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പറവൂർ സബ് കോടതിയിൽ നിന്നുള്ള അന്നത്തെ കേസിന്റെ രേഖകൾ അനിവാര്യമായി വരും. അതുകൊണ്ടാണ് ഈ വഖഫ് ബോർഡിന്റെ അഭിഭാഷകർ ആ രേഖകൾ ഹാജരാക്കാൻ ട്രിബ്യൂണൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി ഇനി അവരെ സംബന്ധിച്ച് അപ്പീൽ കോടതി എന്ന രീതിയിൽ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കുകയാണെങ്കിൽ മാത്രമേ വഖഫ് ബോർഡിന് ഈ ഒരു തിരിച്ചടിയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. വൃന്ദ.